ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ വിഭവം എന്ന് പറയുന്നത് നാടൻ മത്തിയാണ് കേട്ടോ. നമ്മൾക്ക് നാടൻ മത്തി കിട്ടിയിട്ടുണ്ട്. നമ്മൾ വാങ്ങിയതാണ് ഇപ്പോൾ മീൻകാരൻ്റെ നിന്ന്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരട്ടെ കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ മത്തി ഇവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴുകിയതിൽ നമ്മൾ വീണ്ടും ഒന്നുകൂടെ അതിൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ കഴുകാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് കഴുകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ചളി വരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മത്തിക്കറി വയ്ക്കാൻ കുടംപുളി ഇട്ട് വയ്ക്കാനാണ്. അപ്പോൾ അതിനായിട്ട് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, പച്ചമുളക്, കുടംപുളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് മത്തിക്കറി എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ മത്തിക്കറി വയ്ക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഇടണ്ട കേട്ടോ, കടുക് എപ്പോഴും മീൻ കറിയിൽ ഇടാറില്ല. അതൊന്ന് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ, എല്ലാം ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ അത് നന്നായി ഒന്ന് വതകി വന്നിട്ടുണ്ട്. തക്കാളി അധികം വതകാൻ നിൽക്കണ്ട. എന്നിട്ട് അതിലേക്ക് നമ്മൾ മീൻ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമ്പി വെച്ചാണ്. എങ്കിലും നമുക്ക് ലേശം എരിവിനനുസരിച്ചിട്ട് കുറച്ചുകൂടെ മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ നമ്മൾ മീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് വെന്ത് വരണം. അതിലേക്ക് നമ്മൾ ലേശം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുറുകി സെറ്റായി വരണം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടണം. ഫ്രണ്ട്സ്, അപ്പോൾ അത് തിളച്ച് നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ എല്ലാം കൂടെ ഒന്ന് കുറുകി വരട്ടെ. ഫ്രണ്ട്സ്, നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുട്ടികൾക്കൊക്കെ ഫ്രൈ ആണ് ഇഷ്ടം. അപ്പോൾ അത് ഫ്രൈയും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറുകി വന്നതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ തേങ്ങയിടാത്ത നല്ല നാടൻ കുടംപുളി ഇട്ട മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.